ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നതേ നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. വേറെ എവിടെയല്ല, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മലയുണ്ട്. പേര് കരുവിഞ്ഞി മല എന്നാണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് സൺഡേ ആണ്, അവിടെ പോയിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പരിപാടികൾ, അത് ഞാൻ വഴിയെ പറയാം. ഗൈസ്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ അമ്മയും പപ്പയും ഉണ്ട്. ഇതാണ് എൻ്റെ പപ്പ, ഇതാണ് എൻ്റെ അമ്മ. ഹായ് പറയൂ ഗൈസ്. ഞാനുമുണ്ട്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ. നല്ല മഴ ഇരിക്കുകയാണ്, പക്ഷെ എന്നാലും നമ്മൾ പോയിരിക്കും ഗൈസ്. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ നടത്തും. ബൈ ഗൈസ്. ഞാനപ്പോൾ പറഞ്ഞല്ലോ വഴിയെ പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോളേജിൽ എനിക്കൊരു ചെറിയ അസൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ആ ഒരു മലയിലോട്ട് പോകുന്നത് ഗൈസ്. അപ്പം നമ്മൾ പോവാണ്. നമ്മളുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, വേറെ ആരുമല്ല, നമ്മളുടെ കസിൻ ബ്രദറാണ് ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ഒരു വേയിലൂടെ നമുക്ക് കുറച്ച് കയറി പോകാനുണ്ട് ഗൈസ്. നടുവൊടിയോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും നമ്മൾ ചെയ്യും ഗൈസ്. അതികഠിനമായ സാഹസികമായ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതൊന്നും ചെയ്യാൻ ഗൈസ്. പപ്പേ ഇങ്ങോട്ട് നോക്കിയേ, ആയി പറഞ്ഞ എന്താണ് ഈ വഴികളിലൂടെ നടക്കുമ്പോൾ പപ്പയ്ക്ക് തോന്നുന്നത്? പഴയ കാലം പപ്പ ഓർക്കുകയാണ്. പപ്പ ഈ ഒരു സ്ഥലത്ത് കൂടെ ഒരുപാട് വന്നതാണ് ഗൈസ്. ഞാൻ സെക്കൻഡ് ടൈം ആണ് വരുന്നത് ഗൈസ്. ഇവർ പറയുന്നത് ഒത്തിരി ഉണ്ട് നടക്കാനെന്നാണ്, എനിക്കറിയില്ല. അയ്യോ ഗൈസ്, നമ്മളൊരു ഹാഫ് പോർഷൻ താണ്ടി ഗൈസ്. ഹാഫ് പോർഷൻ താണ്ടി ഇവിടെയൊക്കെ ഇങ്ങനത്തെ വലിയ കാടാണ്, കാണാൻ പറ്റുന്നുണ്ട്. പാവം ഗൈസ്, എൻ്റെ അമ്മ അവിടെ സ്റ്റെക്കായി വരുന്നുണ്ട്. അമ്മ വേഗം വരൂ ഗൈസ്. അമ്മയ്ക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഇത്രയും നടന്നു വന്നിട്ട്? വേഗം പറ, പറയാനുള്ള ഗൈസ്. എൻ്റെ വീട്ടിലെ റൂമിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു മല നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇവിടെ ഇത്രയും വഴികൾ താണ്ടി എത്തണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. റൂമിൽ നിന്ന് നോക്കുമ്പം വളരെ മനോഹരമായ പ്രകൃതി രമണീയത തളം കെട്ടി നിൽക്കുന്നൊരു മലയാണെങ്കിലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വരണമെന്നത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഗൈസ്. നമ്മളിങ്ങനെ നടന്നു വരുമ്പം ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഒരു സൗണ്ട്. നോക്കുമ്പം അതൊരു ടവറാണ് ഗൈസ്. ഈ ഒരു ടവർ നമ്മളുടെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പോകാം. ഇപ്പം നടക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നടക്കാൻ പറ്റുന്നുണ്ട് ഗായ്സ്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് നമുക്ക്. ഫൈനലി ഗായ്സ്, നമ്മൾ ഗുഹയിൽ എത്തിയിരിക്കുകയാണ്. യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഞാൻ കുറച്ച് ഇങ്ങോട്ട് പോകാം. യെസ് ഗായ്സ്, അങ്ങനെ കുറേ കഠിനാധ്വാനങ്ങൾക്ക് ഗായ്സ് ആളുകളൊക്കെ ഇവിടെ പ്ലാസ്റ്റിക് അതൊക്കെ ഇതാക്കിയത് കൊണ്ട് ഇവിടെ ഭയങ്കര വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഗായ്സ്, നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ഇടരുത്. അത് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന വളരെയധികം ദോഷമായിരിക്കും ഗായ്സ്. ഒത്തിരി പഴക്കമുള്ളൊരു ഗുഹയാണിത്. എന്താണ് പാപ്പേ? അതെ, സത്യം ഗായ്സ്. പപ്പയ്ക്ക് എന്തോ പറയാനുണ്ട്, പപ്പ പറഞ്ഞോളൂ. ഞാന് വളരെ വർഷങ്ങൾക്ക് മുൻപേ ടിപ്പുവിന്റെ കൂടെ ഒന്ന് വന്നതാ, ഇതിന് ശേഷം കൂടെ വന്നിട്ടേ ജാതി തള്ളാണ് ഗായ്സ്. തള്ളി ഗുഹ മറച്ചിടാതിരുന്ന മതിയായിരുന്നു. ഗൈസ്, എൻ്റെ പപ്പ ഒത്തിരി ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. പപ്പ ചെറുപ്പത്തിൽ ഇവിടെ വന്ന എന്തെങ്കിലും ഒരു അനുഭവം പറയുമോ? ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അന്നൊക്കെ ഈ മരം വളരെ ചെറുതാണ്. അന്ന് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊണ്ടു 6 മണി 7 മണിയൊക്കെ ആകാറാ തിരിച്ചു. ഗൈസ്, അച്ചുചേട്ടൻ എത്രാമത്തെ തവണയാണ് വരുന്നത്?
എത്രാമത്തെ ആണ് വരുന്നത്? ഇല്ല ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും പണ്ടെങ്ങാനോ വന്നിട്ടുണ്ട് ഒരു തവണ. ഞങ്ങൾക്ക് അങ്ങനെ കുട്ടിക്കാലത്ത് വന്നതാണ്. അപ്പം നമുക്ക് ഓർമ്മയില്ല ഇവിടുന്ന് ഓരോ കാര്യങ്ങളൊന്നും. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഈ ആപ്പിൾ നമ്മൾ ഇവിടുന്ന് വറുത്തതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ. ഗൈസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടാ നമുക്കൊന്ന് പറിച്ചു തിന്നാൻ നമുക്ക് അത്രയും നല്ലതാ. എന്തെങ്കിലും പറയോ? ഇല്ല ഇല്ല, ആരും ആപ്പിള് പറിക്കട്ടെ. ആരാ അവിടെ? അടിപൊളി സ്ഥലമാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് കളർ പൂക്കൾ ഗൈസ്. പർപ്പിൾ എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്. അത് ഭംഗിയിട്ട് കാണാൻ. വാവ്. മഴ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് ഓരോ കുളകൾ വീതം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഗൈസ് പപ്പയമ്മയും ഫോട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഗൈസ്. അവരുടെ ഫോട്ടോസ് എടുത്തു കൊടുക്കുകയാണ്. ഹലോ ഗൈസ്. ഗൈസ് നമ്മുടെ ചേട്ടനാണ് ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുന്നത്. ആൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഗൈസ്, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള മനുഷ്യനാണ് ഗൈസ്. അമ്മ നമുക്ക് കഴിക്കാനായിട്ട് പാവം എല്ലാ അമ്മമാരെയും പോലെ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഗൈസ് പപ്പയും കഴിക്കുകയാണ്. എന്തെങ്കിലും പറവപ്പേ, സമയമില്ല. പക്ഷെ നല്ല ചൂടുണ്ട് ഗൈസ്. നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്. നേരത്തെ അത്ര ചൂടില്ലെങ്കിൽ. അതിനെക്കുറിച്ചല്ല പറയാൻ പറഞ്ഞത്, ഈ സ്ഥലത്തെക്കുറിച്ചാണ് ഗൈസ് പറയാൻ പറഞ്ഞത്, കഴിക്കുന്നതിനെ കുറിച്ചല്ല ഗൈസ്. ഫൈനലി നമ്മൾക്ക് കോളേജിലേക്കുള്ള പ്രൊജക്റ്റിനായിരുന്നല്ലോ വന്നത്. ആ പ്രൊജക്റ്റ് ഏതായാലും ഏകദേശം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇനിയും മുകളിലോട്ട് പോവാണ്. കാടമഴ വഴിയിൽ തന്നെ ഇനിയും. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ നടന്നു വരുമ്പം പപ്പ ഒരു കുറുക്കനും നായയും ഓടുന്നത് കണ്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ വയനാട്ടിലടിയാണ് നമുക്ക് ഇതിൽ വന്ന് ഷാർട്ടും നമ്മുടെ മനസ്സിന്റെ ഗൈസ്. ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹയിലേക്ക് പോയ സമയത്ത് ഇതിലും നിങ്ങൾക്കറിയാമല്ലോ, ഇതിലും ഒരുപാട് ക്യാമറ ഒക്കെ ഇളകി പോണു ഗൈസ്. വഴികൾ നമ്മൾ താണ്ടിയതാണ്. ഒരു കോൺഫിഡൻറ്റ് വെച്ചിട്ടാണ് കയറുന്നത്. ഓക്കേ. അയ്യോ സെറ്റ് സ്ഥലമാണ് ഗൈസ്. നമ്മളങ്ങോട്ട് ചാടുകയാണ്. 1 2 3 സ്റ്റാർട്ട്. അയ്യോ അയ്യോ അമ്മേ, സഹായ മനസ്കത ഉണ്ടെങ്കിൽ കേറ്റു. കൊടന്തിനാടി ചൂടിയത് ഇപ്പൊ കൊട വേണം. അയ്യോ നമ്മുടെ വീടുള്ളത് ആ മലയിലാണ് എന്ന് വിചാരിക്കല്ലേ ഗൈസ്. ചേട്ടൻ അവിടെ എത്തി ഗൈസ്, അവിടെ എത്തി. അച്ഛട്ടാ സേ ഹായ്. നമ്മളും ഓടിച്ചടി അങ്ങോട്ട് പോകാം ഗൈസ്. കാണുന്നുണ്ട് പിന്നല്ലാതെ അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്. റിസ്ക് ആണല്ലോ. അയ്യോ ഗൈസ്, അയ്യോ ഗൈസ്, വീഡിയോ എടുക്കുന്നതിലൊക്കെ നല്ല മിസ്റ്റേക്ക് ഉണ്ട് ആക്ച്വലി. നിങ്ങളൊന്ന് ക്ഷമിക്കണം. നല്ല റിസ്കി പ്ലേസ് ആയിട്ടാണ്. ഓക്കെ, നമ്മൾക്ക് ഗൈസ് അപ്പയ്ക്ക് ഒത്തിരി വിശേഷങ്ങളുണ്ട് കേട്ടോ, ഓരോ സമയം പറയാനായിട്ട്. അതങ്ങനെയാണല്ലോ ഗൈസ്. നമ്മൾ ചെറുപ്പത്തിൽ വന്ന ഓരോ സ്ഥലങ്ങളും നമുക്ക് ഓരോ ഓർമ്മകളാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും നമുക്ക് പിന്നെ മെമ്മറീസ് ആയിട്ട് മാറും. ഓക്കെ ഗായ്സ്, അങ്ങനെ ഈ മലയുടെ മുകളിൽ നിന്ന് എനിക്കൊരാഗ്രഹം നമ്മളുടെ യൂട്യൂബിൻ്റെ ഇൻട്രോ ഒന്ന് പറയണം.
നമുക്ക് പറഞ്ഞാലോ? യെസ്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഹരിഷ്മ പടിക്കൽ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ചേട്ടനും പപ്പയും ആ ഒരു നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഞാനൊരു നേച്ചർ ലവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചുവപ്പൊക്കെ കാണുന്നില്ലേ ഗായ്സ്? ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വിടുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഗൈസ്, ഈ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഇത്രയും വർക്കും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ അച്ഛൻ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറങ്ങാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. കയറി വരുന്നതായിരുന്നു ഡിഫിക്കൽട്ട്, ബട്ട് ഇറങ്ങാൻ ഗൈസ് അടിപൊളി. അയ്യോ ഗൈസ്, അമ്മേനെ കാണുന്നില്ല. എവിടെ പോയി അമ്മ? എവിടെ പോയി? ചൂരൽമലയൊക്കെ എങ്ങനെയായിട്ട് പോയതല്ലേ അല്ലേ? എന്താ അങ്ങനത്തെ ഒരു ടോക്ക്? അതെന്താ ആ മൂവിയില് ഞാൻ തന്നെ ഒരു കളിക്കുകയാണെന്ന് പറഞ്ഞേ? മനസ്സിലായില്ല. ഗായ്സ്, നമ്മൾ ക്ഷീണിച്ചു പോയി. ചേട്ടൻ വിചാരിച്ച പോലെയൊക്കെ ആയി. നമുക്ക് ഇതിന് പുറമായിട്ട് ഒരു പ്രൊജക്റ്റും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, കോളേജിലേക്കുള്ള പ്രൊജക്റ്റ്. അപ്പം അതിൻ്റെയും കൂടെ എല്ലാം കഴിഞ്ഞു, നല്ല സെറ്റായി. ഓക്കെ ഗൈസ്, എല്ലാം സെറ്റ്. എന്താണ് എൻ്റെ കൂടെ വന്നിട്ട് പറയാനുള്ളത് ചേട്ടന്? എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇവരൊക്കെ ക്ഷീണിച്ചു. അതായത് അടിപൊളി സെറ്റ് സാധനം. അമ്മ എന്തേലും പറ. അടിപൊളി, സൂപ്പർ സൂപ്പർ. അതെ, സെറ്റ്. ശരിക്കും അച്ഛട്ടാറിനില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ അച്ഛട്ടാർ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണുന്നവരേക്കും ബൈ ഗൈസ്. താങ്ക് യു, ലവ് യു ഓൾ. ബൈ ഗൈസ്. പോവാണ്.